അവർ സമയം ചിലവഴിച്ചിരുന്നു. എന്നാൽ സൂരജിന്റെ ഈ അവസ്ഥ കണ്ട് ആരും അവന് ജോലി കൊടുത്തില്ല. വഴിയില്ലാതെ നടന്നുകൊണ്ടേയിരുന്നു. വൈകുന്നേരമായപ്പോൾ നേരം ഇരുട്ടുന്നതിനു മുൻപായി തന്റെ ഭാര്യയോടും മക്കളോടുമൊപ്പം ഒരു സ്ഥലത്തേക്ക് പോയി. അവിടെ താമസിക്കുന്നതിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാനും പറ്റിയില്ല. നമ്മളിപ്പോൾ ഓടയിലാണെന്ന് വിശ്വാസം വരുന്നില്ല. എന്നാൽ ഈ സ്ഥലം അത്ര മോശമല്ല അല്ലേ? ഞാനിത് നാളെ നന്നായി വൃത്തിയാക്കാം. നമുക്കിവിടെ കളിമണ്ണ് കൊണ്ടൊരു അടുപ്പുണ്ടാക്കിയാലോ? പിന്നെ കിടക്കാനും ഒരു സ്ഥലം കണ്ടുപിടിക്കാം. പിന്നെ ഒരു പ്രശ്നവും വരില്ല. ഇല്ല നിധി, ഇന്നല്ലെങ്കിൽ നാളെ പ്രശ്നം നമുക്ക് വരും. നമ്മൾ ഇവിടെ നിന്നും ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. അയ്യോ, എന്തിനാ അങ്ങനെ പറയുന്നത്? ഇത് സർക്കാരിന്റെയല്ലേ. സർക്കാർ എങ്ങനെ അറിയും നമ്മളിവിടെ ഉള്ള കാര്യം? നമ്മളെ ആരിവിടെ നിന്നും പുറത്താക്കാനാ? നമ്മൾ പുറത്തു പോകേണ്ടി വരും. ഈ ഉണങ്ങിയ ഓടയിലേക്ക് വെള്ളം വീണ്ടും വന്ന് നിറയാൻ തുടങ്ങിയാൽ കുറേ വർഷമായിട്ട് ഈ ഓടയിൽ നിന്നും വെള്ളം ഒഴുകിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഉണങ്ങിക്കിടക്കുന്നത്. എന്നാൽ എന്നും ഇങ്ങനെ ആയിരിക്കില്ലല്ലോ. അതൊക്കെ നമുക്ക് അപ്പോൾ നോക്കാം. ഇതൊക്കെ ചിന്തിക്കുന്നത് നിർത്തി ഈ സ്ഥലം നമ്മുടെയാണെന്ന് ചിന്തിക്ക്. ശരി, നീ പോയി കിടക്ക്. നാളെ രാവിലെ ഞാൻ വെളിയിൽ പോയി കുറച്ച് ജോലി അന്വേഷിക്കാൻ നോക്കാം. എന്തെങ്കിലും കഴിക്കാനും കൊണ്ടുവരാം. നീ കുട്ടികളുടെ കൂടെ ചേർന്ന് ഇവിടെ വൃത്തിയാക്കാൻ നോക്ക്, കേട്ടോ? ശരി. അങ്ങനെ ഈ ഓടയുടെ താഴെ ആ പാവം കുടുംബം താമസിച്ചു. കുട്ടികൾക്ക് കളിക്കാൻ നല്ല സ്ഥലവും കിട്ടി. അവർക്കും സന്തോഷമായി. എന്നാൽ അപ്പോഴും ഒരു പ്രശ്നമുണ്ടായിരുന്നു. അമ്മേ, വിശക്കുന്നുണ്ട്. അച്ഛൻ എപ്പോൾ വരും ഭക്ഷണം കൊണ്ട്? ഇപ്പോൾ വരും മോളെ. കുട്ടികളുടെ വിശപ്പുള്ള മുഖം നിധിക്ക് കണ്ടു നിൽക്കാൻ പറ്റിയില്ല. പുറത്തേക്കു പോയി ഒരു ജോലി കണ്ടെത്താൻ അവൾ തീരുമാനിച്ചു. എന്നാൽ അത് ചെയ്യുന്നതിനു മുൻപ് വേറെ ഒരു പ്രശ്നം ഉണ്ടായി. നിങ്ങൾ വന്നോ? ഞങ്ങൾ പേടിച്ചിരിക്കുമായിരുന്നു. ഈ ശബ്ദം എന്താണ്? മുകളിൽ എന്താ? എന്തു പറയാനാ നിധി, മുകളിൽ നല്ല മഴയാണ്. 4 വശത്തും വെള്ളം തന്നെ. എല്ലാം ഒഴുകി പോകുമെന്നാ തോന്നുന്നത്. എന്റെ ദൈവമേ, നോക്കൂ. മുകളിൽ ഇത്ര വെള്ളമാണെങ്കിൽ അപ്പോ ഇവിടെ? ഇല്ല, നമുക്ക് ആപത്ത് വരില്ലെന്നാണ് തോന്നുന്നത്. കാരണം ഈ ഓടയുടെ അടപ്പ് വളരെ ചെറുതാണ്. വർഷങ്ങളോളം അടഞ്ഞു കിടന്നിരുന്നത് കൊണ്ട് അത് ജാമായിട്ടുണ്ടാകും. എല്ലാ സമയവും അത് തുറക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് വെള്ളം വന്ന് അത് തുറക്കാൻ ഒരു വഴിയുമില്ലെന്നാ തോന്നുന്നത്. ദൈവം രക്ഷിച്ചു. ദൈവത്തിന്റെ വീട് വെളിച്ചത്തിലാണ്, ഇരുട്ടിലല്ല. എന്ന് വെച്ചാൽ? നോക്കൂ, ഈ ധനികർക്കെല്ലാം അഹങ്കാരമാണ് അവരുടെ പണത്തെക്കുറിച്ചോർത്ത്. നമ്മളെ ആരും സഹായിച്ചില്ല. അവരെ എല്ലാം ദൈവം ശപിച്ചു. നമുക്ക് സംഭവിച്ചതുപോലെ അവർക്കും സംഭവിച്ചു. ഇല്ല നിധി, മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല. എനിക്കെന്താണ് തോന്നുന്നതെന്നാൽ ഈ സമയം നമ്മൾ എല്ലാവരെയും സഹായിക്കണം. എന്ന് വെച്ചാൽ നമുക്കെങ്ങനെ അവരെ സഹായിക്കാൻ പറ്റും? നോക്കൂ നിധി, ഞാൻ പറയുന്നത് കേൾക്ക്. ഇത് വെള്ളം ശുദ്ധീകരിക്കാനുള്ള ഓടയാണ്. പ്രത്യേകിച്ച് വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് മുകളിലുള്ള വെള്ളം ഇതുവഴി പോയി തന്നെ ആകണം. എന്നാലേ മുകളിലെ വെള്ളം കുറയൂ. നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? അതെ നിധി, നീ ചിന്തിച്ചത് ശരിയാ. നമുക്ക് ഈ ഓടയുടെ അടപ്പ് തുറന്നേ പറ്റൂ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇവിടെയും വെള്ളം കയറില്ലേ? പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും? മക്കളെ കുറിച്ച് കൂടി ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാത്ത ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തു കൊടുക്കേണ്ട ആവശ്യം ഇവിടെ ഉണ്ടോ? നിധി, നമ്മളെക്കുറിച്ച് അവർ ഓർത്തില്ലെങ്കിൽ എന്താ? നമ്മൾ എന്തിനു നമ്മളുടെ ചിന്ത മാറ്റണം? നമ്മൾ ഈ നഗരത്തിന്റെ നല്ലതിനു വേണ്ടി ഇത് ചെയ്തേ പറ്റൂ. പക്ഷേ ഇതിൽ നമ്മുടെ ജീവനും അപകടത്തിലല്ലേ? ഇല്ല, ഓട തുറക്കുമ്പോൾ നിന്നെയും മക്കളെയും ഞാൻ പുറത്തേക്ക് വിടും. അപ്പോൾ നിങ്ങൾ? എനിക്കിവിടെ കുറച്ചു നേരം നിന്നേ പറ്റൂ. വെള്ളത്തോടൊപ്പം ആരെങ്കിലും ഇതിലേക്ക് വന്നാൽ അവരെ സഹായിക്കാൻ വേണ്ടി. എന്നാൽ നീ വിഷമിക്കണ്ട. മുകളിലെ വെള്ളം കുറയുമ്പോൾ ഞാൻ മുകളിലേക്ക് വരും. സൂരജിന്റെ ആത്മവിശ്വാസവും നല്ല ചിന്തയും കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. പിന്നെ സൂരജ് എങ്ങനെ പറഞ്ഞോ അവർ അങ്ങനെ തന്നെ ചെയ്തു. ആദ്യം നിധിയെയും കുട്ടികളെയും പുറത്തേക്ക് കൊണ്ടുപോയി. അതോടൊപ്പം വെളിയിലെ വെള്ളം ആ വഴിയിലൂടെ ശക്തമായി ഓടയുടെ അകത്തേക്കും വന്നു. അതിനുശേഷം സൂരജ് ഒരുപാട് ആളുകളെ രക്ഷിച്ചു. അങ്ങനെ ഒരുപാട് സമയത്തെ പരിശ്രമത്തിന് ശേഷം വെള്ളപ്പൊക്കത്തിന്റെ അളവ് കുറഞ്ഞു. അങ്ങനെ അവസാനം അതുകൊണ്ടുള്ള അപകടവും കുറഞ്ഞു. സൂരജും കുഴപ്പമൊന്നുമില്ലാതെ ഓടയിൽ നിന്നും വെളിയിൽ വന്നു. എന്നാൽ വീണ്ടും അവനും അവന്റെ കുടുംബത്തിനും വീട് നഷ്ടമായി. എന്നാൽ പെട്ടെന്ന് അവിടെ ഒരു അത്ഭുതം നടന്നു. ഞാനിവിടുത്തെ ഹോം മിനിസ്റ്ററാണ്, വിശ്വനാഥ് പാരിക്. അതെ സാർ, സാറിനെ എനിക്കറിയാം. നമസ്കാരം സാർ. നമസ്കാരം. എന്നാൽ സൂരജ്, താങ്കളിപ്പോൾ വളരെ ഫേമസ് ആണ്. താങ്കൾ ഈ നഗരത്തിനെ ഈ പേമാരിയിൽ നിന്നും രക്ഷിച്ചതിനെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. പക്ഷേ സാർ, താങ്കൾ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അതെങ്ങനെയാണ്? എനിക്ക് മാത്രമല്ല, ഈ നഗരം മുഴുവനും അറിയാം. പെട്ടെന്ന് വെള്ളപ്പൊക്കം വന്നപ്പോൾ എല്ലാവരും പേടിച്ചു വിരണ്ടു. പക്ഷേ പെട്ടെന്ന് വെള്ളത്തിന്റെ ലെവൽ കുറഞ്ഞു വന്നപ്പോൾ ആർക്കും ഒന്നും മനസ്സിലാകാതെ നിന്നു. ഇവിടെ എന്ത് അത്ഭുതമാണ് നടക്കുന്നതെന്ന്. ഈ അത്ഭുതത്തിന് ഞങ്ങൾക്ക് ഉത്തരം തന്നത് ഇവിടുത്തെ CCTV ഫുട്ടേജാണ്. ആരൊക്കെ അകത്തുണ്ടായിരുന്നു, പുറത്തുണ്ടായിരുന്നു? നിങ്ങൾ അകത്തായിരുന്നു. നിങ്ങൾ ഈ നഗരത്തിന്റെ ഹീറോയാണ്. എന്നാൽ ഒരു കാര്യം പറയൂ,
നിങ്ങൾ ഈ ഓടയുടെ അകത്ത് എന്തു ചെയ്യുകയായിരുന്നു? അങ്ങനെ സൂരജ് തന്റെ മുഴുവൻ കഥയും മന്ത്രിയോട് പറഞ്ഞു. കൊള്ളാമല്ലോ. ഈ നഗരം നിങ്ങളോട് എന്തൊക്കെ ചെയ്തു, എന്നാൽ നിങ്ങൾ തിരിച്ചു ചെയ്തതോ വളരെ വലിയ ഉപകാരമാണ്. എന്നാൽ നിങ്ങൾ ഈ നഗരത്തിന് തെറ്റു മനസ്സിലാക്കി കൊടുത്തു. വരൂ സൂരജ്, നിങ്ങൾ എൻ്റെ ഒപ്പം വരൂ. സാർ, എവിടേക്കാണ് സാർ? നിങ്ങളുടെ ഗവൺമെൻറ് വീട്ടിലേക്ക് വന്ന് കുറച്ച് വിശ്രമിക്കൂ. കാരണം നാളെ മുതൽ നിങ്ങൾക്ക് ജോലിയുമുണ്ട്. സുഹൃത്തെ, നിങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടി. നാളെ മുതൽ ഞങ്ങളുടെ കൂടെയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്. അങ്ങനെ എല്ലാം നന്നായി നടന്നു. ഇപ്പോൾ സൂരജിന് ജോലിയുമായി അവർക്ക് പുതിയ വീടും കിട്ടി. മറുവശത്ത് കാഞ്ചി സേട്ടുവിന് അയാൾക്കുണ്ടായിരുന്നത് വെള്ളപ്പൊക്കത്തിൽ നഷ്ടമായി. അയാൾ അയാളുടെ തലയിൽ കൈവച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. സീമ രാധ രണ്ടുപേരും ചേച്ചിയനിയെത്തി. പക്ഷെ രണ്ടുപേരുടെ സ്വഭാവം ആകാശം ഭൂമി എന്ന പോലെ വ്യത്യസ്തമായിരുന്നു. രാധ വളരെ കരുണയായ ഒരു നല്ല പെൺകുട്ടി. പക്ഷെ സീമ സ്ട്രൈറ്റ് ഓപ്പോസിറ്റായി സെൽഫിഷ് ആയിരുന്നു. കോളേജ് കഴിഞ്ഞതും അവർക്ക് കല്യാണം കഴിപ്പിക്കാൻ അവരുടെ അച്ഛൻ തീരുമാനിച്ചു. സീമയാണ് മൂത്തവൾ, അതുകൊണ്ട് ആദ്യം അവൾക്കായിരുന്നു കല്യാണം. കുടുംബത്തിലുള്ള 4 പേരും ഒരു ദിവസം ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. ഇവിടെ നോക്ക് സീമേ, ഞാൻ നിനക്ക് വേണ്ടി ഒരു പയ്യനെ കണ്ടുവച്ചിട്ടുണ്ട്. ഇതാ നോക്ക്, ഇതാണ് അവന്റെ ഫോട്ടോ. ആദ്യം ഇതുവരെയോ അച്ഛാ, പയ്യൻ എത്ര പഠിച്ചിട്ടുണ്ട്? പിന്നെ അവരുടെ അച്ഛനമ്മ കുടുംബം എങ്ങനെയുണ്ട്? പഠിപ്പില്ലാത്ത പാവപ്പെട്ട കുടുംബത്തിൽ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നോക്കുമ്പോളേ, അവൻ ബാങ്കിലെ മാനേജറാണ്. കൈ നിറയെ പണം വാങ്ങുന്നുണ്ട്. അവന്റെ കയ്യിൽ പണത്തിന് ഒരു കുറവുമില്ല മോളെ. അപ്പൊ ശരി, ഈ പയ്യൻ എനിക്ക് ഓക്കെയാണ്. തീരുമാനിച്ച ദിവസം സീമയുടെ കല്യാണം വളരെ ഗ്രാൻഡായി നടന്നു. എന്തെന്നാൽ സീമ മൂത്ത മകളായതുകൊണ്ട് അവളുടെ അച്ഛനൊരു കുറവും വരുത്തിയില്ല. അദ്ദേഹം അളവില്ലാത്ത പൈസ കടം വാങ്ങി കല്യാണം കഴിപ്പിച്ചു. അതുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് കടനായി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ രാധയ്ക്ക് കല്യാണ പ്രായമായി. ഞാൻ രാധയ്ക്ക് വേണ്ടിയും ഒരു പയ്യനെ നോക്കി വെച്ചിട്ടുണ്ട്. ഇവർ അങ്ങനെ വലിയ പണക്കാരൊന്നുമല്ല. എന്നിരുന്നാൽ പോലും സിറ്റിയിൽ അവർക്ക് വേണ്ടി ഒരു വീട്, പിന്നെ ഒരു കടയുമുണ്ട്. നമ്മുടെ രാധ അവിടെ സന്തോഷമായിരിക്കുമല്ലോ. ആഹാ, ഉറപ്പായും. സീമയുടെ കല്യാണവും രാധയുടേതുപോലെ വളരെ ഗ്രാൻഡായി നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. എന്നാൽ പ്രശ്നമെന്തെന്നാൽ, അത്രയും പണത്തിനൊക്കെ നമ്മൾ എവിടെ പോകാനാ? എത്ര വലിയ വീട്ടിൽ നമ്മൾ അവൾക്ക് വേണ്ടി പയ്യനെ നോക്കി. എന്നാൽ പണം കാരണം അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ രാധ അവിടേക്ക് വന്നു. അവൾ അവളുടെ അച്ഛനമ്മ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടേയിരുന്നു. നിങ്ങൾ സങ്കടപ്പെടേണ്ട അച്ഛാ, ഏതു ചെക്കന് കല്യാണം കഴിക്കാൻ പറഞ്ഞാലും ഞാൻ അവിടെ സന്തോഷമായിരിക്കും. നിങ്ങൾ രണ്ടുപേരുടെ അനുഗ്രഹം മാത്രം മതി. രാധ പറഞ്ഞത് കേട്ട് അച്ഛൻ കുറച്ച് സമാധാനപ്പെട്ടു. നിശ്ചയം ചെയ്ത ആ തീയതിയിൽ ഒരു സാധാരണ രീതിയിൽ രാധയുടെ കല്യാണം കഴിഞ്ഞു. രാധയുടെ വീട്ടിൽ അമ്മായിമ്മ മാത്രമുണ്ടായിരുന്നു. അവർക്കല്പം സുഖമില്ല. രാധ വന്നത് കുടുംബത്തിന്റെ ഭാരമെല്ലാം ചുമക്കാനും തുടങ്ങി. അവളുടെ അമ്മായിമ്മ അത് കണ്ട് സന്തോഷിച്ചു. രാധ ദിവസം മുഴുവൻ വീട്ടുപണികൾ ചെയ്തുകൊണ്ട് സമയമുള്ളപ്പോ കടയിൽ ചെന്ന് ഭർത്താവിന് കടകളിലെ പണിയിൽ സഹായിക്കും. സീമയുടെ ജീവിതത്തിലും ഒരു പ്രശ്നമില്ലായിരുന്നു. ചില സമയത്ത് അവൾ ഷോപ്പിംഗ് പോകും, ചില സമയത്ത് കിറ്റി പാർട്ടിക്ക് പോകും. അതാണ് അവളുടെ ജീവിതം. ഒരു ദിവസം രാധ അവളുടെ ഭർത്താവിനൊപ്പം കടയിലുള്ളപ്പോൾ ഒരു പുതിയ കാർ അവരുടെ കടയിൽ വന്ന് നിന്നു. അതിൽ നിന്ന് സീമയും അവളുടെ ഭർത്താവും ഇറങ്ങി. സീമയുടെ കയ്യിൽ സ്വീറ്റ് ബോക്സ് ഉണ്ടായിരുന്നു. രണ്ടുപേര് കടയിൽ ചെന്നു. സീമ രാധയ്ക്ക് സ്വീറ്റ് ബോക്സ് കൊടുത്തു. ഏട്ടൻ ഇന്നാണ് ഈ പുതിയ കാർ വാങ്ങിയത്. ആ കാറിന്റെ വില 20 ലക്ഷം. അതുകൊണ്ട് ഈ സന്തോഷം നിന്നോട് പറയാൻ വേണ്ടി വന്നതാ. സീമ രാധ അസൂയപ്പെടട്ടെ എന്നാണ് ഇത് പറയാൻ വേണ്ടി വന്നത്. പക്ഷേ പാവം രാധയ്ക്ക് സീമ വിചാരിച്ചത് അറിയില്ല. പക്ഷേ രാധയുടെ ഭർത്താവ് സീമയുടെ വാക്കിൽ നിന്ന് അർത്ഥം മനസ്സിലാക്കി. സീമയുടെ ഭർത്താവ് അവിടെ നിന്ന് പോയതിനു ശേഷം, നിന്റെ സഹോദരി ഇവിടെ നല്ല വാർത്ത പറയാനല്ല വന്നത്. നമ്മൾ അസൂയപ്പെടണമെന്ന് കരുതി അവൾ വന്നത്. അവൾക്കറിയാമല്ലോ നമ്മുടെ കയ്യിൽ കാറ് വാങ്ങാനുള്ള പണമില്ലെന്ന്. പുതിയ കാറ് കാണിച്ച് നമ്മളെ ജലസാക്കാൻ വന്നതാ. ഇല്ല ഏട്ടാ, അങ്ങനെയൊന്നും ഉണ്ടാകില്ല. അവരെന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ നോക്കുന്നത്? അത് തന്നെയാ, എന്നെ കൊണ്ട് കാറ് വാങ്ങാൻ പറ്റില്ലെന്ന് അവൾക്കറിയാമല്ലോ. ഞാനൊരു സാധാരണ കട നടത്തുക, എന്നാൽ അവളുടെ ഭർത്താവ് ബാങ്കിലെ മാനേജരാണ്. എന്താ, ആരാ പറഞ്ഞേ നിങ്ങൾക്ക് കാറ് വാങ്ങാൻ കഴിയില്ല എന്ന്? നിങ്ങൾ തീർച്ചയായും ഒരു ദിവസം കാറ് വാങ്ങും. സീമയുടെ ഭർത്താവ് ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. അതായത് അദ്ദേഹം ജോലി ചെയ്യുന്നു എന്ന്. മറ്റുള്ളവർ പറയുന്നത് ചെയ്യണം. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ, നിങ്ങൾ ഓണറല്ലേ.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എപ്പോ വേണമെങ്കിലും പണിയെടുക്കാൻ വിടാം. നിങ്ങൾ തീരുമാനിച്ച എന്ത് വേണമെങ്കിലും ചെയ്യാം. എല്ലാത്തിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. വേണമെങ്കിൽ നോക്കിക്കോളൂ. ഇനി കുറച്ചു ദിവസം നിങ്ങൾ ഒരു കാറല്ല 10 കാറ് വാങ്ങാൻ പോകുന്നു നോക്കൂ. അത് കേട്ട് സീമയുടെ ഭർത്താവ് സന്തോഷത്തോടെ പണി ചെയ്യാൻ തുടങ്ങി. രാവിലെ 7 മണിക്ക് കട ഓപ്പണാക്കി രാത്രി 10 മണിക്കാണ് അദ്ദേഹം കട ക്ലോസ് ചെയ്തതും. ഉച്ച സമയത്ത് ഭർത്താവിനെ സഹായിക്കാനായി രാധ കടയിലേക്ക് വന്നുകൊണ്ടിരുന്നു. രാധ അനിൽ രണ്ടുപേരും വളരെ നല്ലവരാണ്. വരുന്ന കസ്റ്റമേഴ്സിനോട് വളരെ നന്നായി സംസാരിക്കും. അതിനവർക്ക് കിട്ടിയ ഫലം എന്താണെന്നോ ആരെങ്കിലും സാധനം വാങ്ങാൻ വന്നാൽ വീണ്ടും വീണ്ടും അവിടേക്കാണ് വരിക. ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നല്ല സാധനം കൊടുക്കുന്നതിന് രാധ അനിൽ രണ്ടുപേരും ഒരു കാര്യം ചിന്തിച്ചു. അവർ കടയിലേക്ക് വേണ്ട സാധനങ്ങൾ സിറ്റിയിൽ നിന്ന് നേരെ വാങ്ങാതെ വലിയ വലിയ സിറ്റിയിൽ നിന്ന് ഹോൾസെയിലായി വാങ്ങാൻ തുടങ്ങി. അതുകൊണ്ട് കസ്റ്റമേഴ്സിന് കുറഞ്ഞ വിലയ്ക്ക് എല്ലാം കിട്ടിയിരുന്നു. കടയിൽ നിന്ന് അവർക്ക് ലാഭവും കിട്ടി. അങ്ങനെ കഷ്ടപ്പെട്ട കുറച്ച് ദിവസത്തിനു ശേഷം അവർ എല്ലാ സാധനവും കിട്ടുന്ന പോലെ ഒരു വലിയ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ തന്നെ തുടങ്ങി. പിന്നെ ആ സ്റ്റോറിന് പേരിട്ടു രാധ ഗ്രോസറി മാർട്ട്. ഇപ്പൊ അനിലിനും രാധയ്ക്കും സിറ്റിയിൽ ഒരുപാട് ഗ്രോസറി മാർട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ അവർ സിറ്റിയിലുള്ള പണക്കാരിൽ ഒരാളായി മാറിയിരുന്നു. രാധയുടെ അമ്മായിമ്മയ്ക്ക് സന്തോഷം സഹിക്കാനായില്ല. അവരെല്ലാവരോടും പറയും, എന്റെ മരുമകൾ എന്റെ വീട്ടിലേക്ക് വന്ന സമയമാ. മഹാലക്ഷ്മി തന്നെ എന്റെ വീട്ടിൽ വന്നു. അതുകൊണ്ട് അവൾ വന്നതിനു ശേഷം ഞങ്ങളുടെ അവസ്ഥ തലകീഴായി മാറിയത്. അവളെപ്പോലെ മരുമകളെ കിട്ടാൻ ഞാൻ ഭാഗ്യം ചെയ്യണം. അവൾ മണ്ണെടുത്താലും അത് പൊന്നായി മാറും. ഒരു ദിവസം അനിൽ പുതിയ കാറ് വാങ്ങി വീട്ടിൽ വന്നു. ആഹാ, വീണ്ടും പുതിയ കാറാണോ? ഞാനൊന്നും ചെയ്തതല്ല. നീ പറഞ്ഞതുകൊണ്ട് എല്ലാം സംഭവിക്കുന്നതാ. എന്താ അത്? അയ്യോ, നീയല്ലേ പറഞ്ഞത് ഒരു കാറല്ല 10 കാറുകളുടെ ഓണറാകുമെന്ന്. അതിൽ 7 കാർ ഇപ്പോൾ വന്നു. ഇനിയും 3 ബാക്കിയുള്ളൂ. രാധ ചിരിച്ചുകൊണ്ടിരുന്നു. വാ, ഈ സന്തോഷത്തിൽ നിന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോയി വരാം. രണ്ടുപേരും പുതിയ കാറിൽ സീമയുടെ വീട്ടിലേക്ക് ചെന്നു. കാറിൽ നിന്ന് ഇറങ്ങി രണ്ടുപേരും വീട്ടിൽ ചെന്നപ്പോൾ സീമയുടെ ഭർത്താവിനോടൊപ്പം വഴക്കിട്ടുകൊണ്ടിരുന്നു. വഴക്കിടുന്നതിൽ അവർ ശ്രദ്ധിച്ചില്ല അനിൽ രാധ എപ്പോഴാണ് അവിടെ വന്നതെന്ന്. അയ്യോ, ഞാൻ എന്താ ചോദിക്കുന്നതെന്ന്. നിങ്ങൾ എന്തിനാ ബാങ്കിൽ നിന്ന് പൈസ എടുത്തത്? വീട്ടിലുള്ള പൈസയും ഇപ്പൊ വീടിന്റെ ചിലവുകൾക്ക് എല്ലാം ചിലവായി. നിങ്ങളിപ്പോ ജോലിയിൽ നിന്ന് പുറത്താക്കി. വീട്ടിൽ 1 രൂപ പോലുമില്ല. വണ്ടി ആഭരണം എല്ലാം പണയത്തിലാണ്. നീ ചെയ്ത തെറ്റുകൊണ്ട് എല്ലാം നശിച്ചു പോയി. ഞാനെന്താ എനിക്ക് വേണ്ടിയാണോ ബാങ്കിൽ നിന്നും കടം വാങ്ങിയത്? എല്ലാം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തതാ. നീയാണ് പാർട്ടി ഉണ്ടാക്കാൻ പണം വേണം, ഷോപ്പിംഗ് ചെയ്യാൻ പണം വേണമെന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടേയിരുന്നത്. ഇവിടെ നോക്കൂ, നിങ്ങൾ ബഹളം വെക്കണ്ട. വേറെ പെണ്ണാണെങ്കിൽ ഈ സമയം കൊണ്ട് ഈ വീട് വിട്ടുപോകും. എന്നാൽ നീയും ഇവിടെ നിന്ന് പൊക്കോ. നിന്നെ ആരാ തടഞ്ഞത്? എന്റെ വീട്ടുകാർ കഷ്ടത്തിലാണെന്ന് അറിഞ്ഞതുകൊണ്ടല്ലേ നിങ്ങൾ ഈ ചെയ്യുന്നത്? അങ്ങനെ അവർ വഴക്കിട്ടുകൊണ്ടിരുന്നു. അപ്പോഴാണ് സീമ രാധയെ ശ്രദ്ധിച്ചത്. സീമ രാധയെ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അയ്യോ, നിങ്ങളിവിടെ വന്നു. അത് പിന്നെ നിങ്ങൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. ഞാൻ കേട്ടിരുന്നു ഇത്തവണ നിങ്ങൾ പുതിയ ഗ്രോസറി സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നുവെന്ന്. അതിന്റെ മാനേജറായി നിങ്ങൾ എനിക്കൊരു ജോലി തന്നാൽ അത് സഹായകരമാകുമായിരുന്നു. ഞങ്ങളുടെ വീടിന്റെ അവസ്ഥ ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടില്ലേ. നിങ്ങളെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അനിൽ രാധ രണ്ടുപേരും പരസ്പരം നോക്കി നിന്നു. പിന്നെ സീമയുടെ ഭർത്താവിന് ശരിയെന്ന് പറഞ്ഞു. സീമയുടെ അഹങ്കാരമെല്ലാം ഇപ്പൊ തകർന്നു പോയി. ഒരു കാലത്ത് സീമ അവളുടെ കയ്യിലുള്ളത് കാണിച്ച് അനിയത്തിയെ കഷ്ടപ്പെടുത്തി. പക്ഷെ ഇപ്പോ അവളുടെ അനിയത്തിയാണ് അവളുടെ ജീവിതം രക്ഷിച്ചത്. അവൾ ചെയ്തത് തെറ്റാണെന്ന് അവൾക്ക് മനസ്സിലായി.